നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. മലയാളികൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ചില ആചാരങ്ങളും സംസ്കാരങ്ങളും പഴക്കങ്ങളും ഒക്കെയുണ്ട്. ആ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് രുചികളുമുണ്ട്. ആ പഴമയുടെ രുചികൾ ഇന്നും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. തെക്കൻ കേരളത്തിൽ വളരെ പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസവും അതിലെ പാൽ ചുരണ്ടിയൊക്കെ വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ പ്രശസ്തമാണ് പയ്യന്നൂരിലെ ഹനുമാരമ്പലത്തിലെ അവൽ നിവേദ്യം. ഇന്ന് എൻ്റെ യാത്ര ഹനുമാരമ്പലത്തിലേക്കാണ്. ആ അവൽ നിവേദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. കം. നമ്മൾ ഹനുമാരമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ ആ നിവേദ്യത്തിൻ്റെ മണം അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഒരു പക്ഷേ നമുക്ക് അതുണ്ടാക്കുന്നത് കിട്ടില്ലായിരിക്കാം, എന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പഴമയൊക്കെ നമുക്കറിയാം. ഹനുമാർക്ക് അവലാണ് നിവേദ്യം. ഇതിന്റെ പഴമ എന്താണ്? അവല് എന്ന് പറഞ്ഞാൽ തന്നെ സ്വതവേ ഊർജ്ജമുള്ള ഹനുമാരാന്ന് വെച്ചാൽ അതിലേറെ ഊർജ്ജമാണ്. അപ്പൊ ആ ഊർജ്ജത്തിന്റെ മുകളിൽ ഊർജ്ജമാവാൻ ഉറവിടം അതെ ഒരു ശക്തമായ ഒരു നിവേദ്യം അതിന്റെ പ്രസാദം കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം നമുക്കും ഉണ്ടാവുമല്ലോ. ആ ഒരു എനർജിയിലെ ഒരു പങ്ക്. ഹനുമാരെ പറ്റി കഥ പറയുമ്പോൾ നമുക്കും അതല്ലേ പോവുക. ആ സീതുബന്ധനൊക്കെ കിടന്നിട്ട് ഓടിയിട്ടുള്ളേ ലങ്കയിലേക്ക് തുല്യ അതൊക്കെയാണല്ലോ നമ്മൾ ആ ദേവന ഏതിനും വിജയിക്കാനുള്ള ഒരു ശക്തി നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുക എന്നുള്ള നിലയിൽ. ഈ രുചിയോ? രുചി ചോദിക്കുകയേ വേണ്ട. അതങ്ങനെ നാക്കിൻ്റെ മുകളിൽ വെച്ച ഔഷധം മാതിരി ഇറങ്ങി അപ്പോഴെന്നെ ഇതിലൊരു ഊർജ്ജം കിട്ടും. പിന്നെ നടന്നല്ല ഓടിയിട്ട് മടങ്ങി പോകാൻ തോന്നുന്ന അർത്ഥം. അപ്പോൾ ഈ ഭാഗത്ത് അമ്പലപ്പുഴ പാൽപ്പായസമാണല്ലോ അംഗമാണ്. അത് ഈ പറയും പോലെ 3 മണിക്കാണ്. ഞാൻ ഒരു തവണ അത് കഴിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതേമാതിരി അവിടെ അമ്പലപ്പുഴ പാൽപ്പായസം എന്നുള്ള മാതിരി എന്നാണ് ഇവിടെ ഈ അവലി നിവേദ്യം. അമ്പലത്തോട് ചേർന്നുള്ള തടപ്പള്ളിയിലാണ് അവൽ നിവേദ്യം തയ്യാറാക്കുന്നത്. അവിടെ അന്യർ പ്രവേശിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേരുന്നു എന്നുള്ളതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും നമുക്ക് കാണാം. അടുത്ത് അവൽ നിവേദ്യത്തിൻ്റെ ശരിക്കുള്ള പ്രിപ്പറേഷൻ നമുക്കിന്ന് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അത് തയ്യാറാക്കുന്ന രീതിയും ശ്രീ കേശവൻ നമ്പീശൻ നമ്മളോട് പറയും. അദ്ദേഹം ക്ഷേത്ര ജീവനക്കാരനാണ്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേരുന്നത്? ആദ്യം വെല്ലം, ശർക്കര അതിൻ്റെ പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് അത് അതിനൊരു പ്രത്യേക തരത്തിലത്തെ പാകം, അതായത് തിളച്ച് അതിങ്ങനെ ഏന്തി നോക്കുമ്പോൾ അപ്പോൾ ശർക്കരയുടെ കൂടെ വെള്ളം എന്തെങ്കിലും ഒരു നനവിന് മാത്രം വെള്ളം തെളിക്കുള്ളൂ. ഒന്ന് നനയ്ക്ക് മാത്രം. അതിങ്ങനെ പാവ് കുറുകിയിട്ട് മുറിഞ്ഞു വീഴുന്നൊരു പാകമുണ്ട്. പൊടിച്ചിട്ടാണ് ഈ വെള്ളം പൊടിക്കൊന്നും വേണ്ട. അത് സാധാരണ ചൂടാകുമ്പോൾ പാകമുള്ളൂ. അവൾ അതിങ്ങനെ മുറിഞ്ഞു വീഴുന്നൊരു പാകമാവും. ഈ മുറിഞ്ഞു വീഴുന്ന പാകത്തിന് ഇങ്ങനെ ചട്ടും കൊണ്ട് പ്രയോഗിക്കുമ്പോൾ വല്ല കേടുകളോ വല്ല പൊടികളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്കതിനെ കണ്ടെടുത്ത് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു രഹസ്യമുണ്ട് അതിനകത്ത്. അങ്ങനെ ആ പാവ് മുറുകി കഴിഞ്ഞാൽ ഇങ്ങനെ ഏന്തുമ്പോൾ മുറിഞ്ഞു വീഴുന്ന ഒരു പാകം. അത് കഴിഞ്ഞാൽ വാങ്ങി താഴെ വെച്ചിട്ട് അതിൽ അവിൽ ചെയ്യും. അപ്പോൾ തീയുടെ മുകളിൽ വെച്ച് താഴെ വാങ്ങി വെച്ച് അവിലിട്ട് നല്ലപോലെ ഇളക്കി ഈ ശർക്കരയും അവിലും കൂടി യോജിച്ച ഒരു പാകമാകുമ്പോൾ അവിടെ ലേശം തണിയാൻ വെക്കും. എന്നിട്ട് ഞങ്ങൾ ഈ നാളികേരം ചിരകും. അപ്പോൾ നാളികേരം ചിരകി തയ്യാറാകുമ്പോഴേക്ക് ഈ പാവ് തണുത്തിട്ടുണ്ടാവും. നാളികേരയിൽ ചെയ്യും. ഈ തേൻ, നെയ്യ്, പഴം, കൽക്കണ്ട, മുന്തിരി, ഏലക്കായ പൊടിച്ച് ഇതൊക്കെ കളഞ്ഞ ശീലപ്പൊടിയാക്കിയിട്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ മണം കിട്ടും. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ആദ്യം വെല്ലം പാവ് കാച്ചും. അത് കഴിഞ്ഞിട്ട് അവല് ചേർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളികേരം പിന്നെയാണ് കൽക്കണ്ട, മുന്തിരി, തേൻ, നെയ്യ്, പഴം ഏറ്റവും അവസാനം. അതോ പഴം ഇതും ഫൈനൽ അല്ലാന്ന് പഴവും ഏലക്കായും അതിൻ്റെ പഴം ഉടഞ്ഞു പോകും. അധികരിച്ച് കിടക്കുന്ന ഏലക്കായ അധികം ചൂടാവാനും പാടില്ല.
സേർ അവിലിൻ്റെ കണക്കിലാണ് മുഴുവൻ കൂട്ടുകളും. ഒരു സേർ അവിൽ, 1 കിലോ വെല്ലം, 3 നാളികേരം, 50 ഗ്രാം കൽക്കണ്ടം, 20 ഗ്രാം മുന്തിരി, 2 നേന്ത്രപ്പഴം, 1 ഔൺസ് നെയ്യ്, 1 ഔൺസ് തേൻ, 5 ഗ്രാം ഏലക്കായ, ഇങ്ങനെ കണക്കുണ്ട് അല്ലേ? ഒന്ന് പറയോ. ഒരു സേർ അവലിന് 1 കിലോ വെല്ലം, 1 കിലോ വെല്ലം, ഒരു സേർ അവലിന് 1 കിലോ വെല്ലം, 3 നാളികേരം, 50 ഗ്രാം കൽക്കണ്ടം, 50 ഗ്രാം കൽക്കണ്ടം, 20 ഗ്രാം മുന്തിരി, 1 ഔൺസ് നെയ്യ്, 1 ഔൺസ് നെയ്യ്, 1 ഔൺസ് തേൻ, 2 നേന്ത്രപ്പഴം, അല്ലെങ്കിൽ കദളിപ്പഴം, ഏലക്കായ, 5 ഗ്രാം. അതാണ് കണക്ക്. ആദ്യം ഭഗവാന് നേദിക്കുന്നു, അതിനുശേഷം ബ്രഹ്മസം, പിന്നെ കുട്ടിസം, പിന്നെ പൊതുജനങ്ങൾക്കും കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടി. ഇനി എന്തായാലും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു നോക്കാം. അതിൻ്റെ രുചി എന്താണെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും നിങ്ങൾക്ക്. ഇത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ അവർണ്ണനീയമാണ് ഇതിൻ്റെ രുചി. ഇത് വായിലിട്ടാൽ ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ കണ്ടു കഴിഞ്ഞു. പക്ഷേ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും നേരിട്ടുള്ള രുചിയല്ല ഇതിനകത്തുള്ളത്. ഒരു പ്രത്യേക രുചി, അത് പറഞ്ഞറിയിക്കാൻ വളരെ പ്രയാസം. ഇനി ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇനി അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ എൻ്റെ സുഹൃത്ത് പപ്പേട്ടനെ കണ്ടുപിടിക്കണം. നമ്മൾ ഇനി പോകുന്നത് ഒരു മലയാളി നമ്പൂതിരി തറവാട്ടിലേക്കാണ്. അവിടെ സീമന്തം എന്ന് പറയുന്ന ഒരു ഡിഷുണ്ട്. ഈ സീമന്തം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ഗർഭിണിയാവുമ്പോൾ, ആ തറവാട്ടിലെ പെൺകുട്ടി ഗർഭിണിയാവുമ്പോൾ 7-ാം മാസത്തിൽ വറുക്കുന്ന തേങ്ങാ വറവിനെയാണ് സീമന്തം എന്ന് പറയുക, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ആ സീമന്തമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ സീമന്തം, ആ വറവിൻ്റെ ലക്ഷണം നോക്കിയിട്ട് പെൺകുട്ടിയുടെ വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു മാജിക് ഡിഷാണ്. അപ്പോൾ ആ ഡിഷാണ് നമ്മൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പപ്പേട്ടന്റെ ചിറ്റമ്മയാണ് അല്ലേ? പേരെന്താ? അതിഥി അന്തർജന. അപ്പൊ നമുക്കിന്ന് പപ്പേട്ടൻ പറഞ്ഞ സീമന്തം ഉണ്ടാക്കാം. അപ്പൊ സീമന്തം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഗർഭിണിയായ സമയത്ത് 7 മാസമാകുമ്പോൾ നമ്മൾ സീമന്തം എന്ന് പറഞ്ഞൊരു ക്രിയ കഴിക്കും. അത് ക്രിയയാണ് അല്ലേ? ക്രിയാണ്. അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ തേങ്ങ വറവ്. ആ തേങ്ങ വറവ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ തേങ്ങ വറവ് കണ്ടിട്ട് അറിയാൻ പറ്റുമോ പെൺകുട്ടിയുടെ ഇതിനുള്ള കുട്ടി? അങ്ങനെ പറയും. നമ്മൾ അതല്ലിപ്പം എനിക്കും കഴിഞ്ഞില്ലേ. അല്ല, ഇത് നോക്കാം. അല്ല, അങ്ങനെ പറയണ്ടോ ലക്ഷണം. ആ ലക്ഷണം വെച്ചിട്ട് ആ തേങ്ങ വറുത്ത് 1 കിലോ അമർത്ത് അത് ഒന്നായി ഇങ്ങനെ വന്ന ആൺകുട്ടിന്നും പറഞ്ഞു പൊടിഞ്ഞു വന്ന പെൺകുട്ടി പറയും. ഇത് ശരിയാവും നമുക്കറിയില്ല. എന്നാലും ഏകദേശം ശരിയാവും. ചിലത് ശരിയാവും. അതാ, എല്ലാം ഭാഗ്യമാണ്. അതെ, ഭാഗ്യം. അപ്പോൾ എല്ലാം ഭാഗ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നതും ഭാഗ്യമാണ്. ഈ തേങ്ങാവറവ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞതും ഭാഗ്യം. അപ്പൊ നമുക്കിനി തേങ്ങാവറവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ
ഇന്ന് സീമന്തം ഇത് തേങ്ങാവറവ് ഉണ്ടാക്കാൻ പോകുന്നത് ഇളയമ്മയും പപ്പൻ ചേട്ടനും ഞാനും കൂടിയാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് 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 ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അലേഷ് ആൻഡ് ഗ്രൂപ്പ്. അതെ. ചിറ്റമ്മ ഇപ്പൊ ചിറ്റമ്മ ഇച്ചിരി പ്രായമായതുകൊണ്ട് ഒരു ചെറിയ കൺസിഡറേഷൻ. ഞാനും പപ്പേട്ടനോട് ചെറിയ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം പണ്ട് ഒക്കെ കല്യാണത്തിന് എല്ലാവരും കൂടെ കൂടിയിരുന്നാണ് തേങ്ങ ചിരയുന്നത്. അപ്പൊ നമുക്ക് കൊച്ചിലെ ഒരു ഹരമായിരുന്നു ഈ കല്യാണത്തിൽ പോയിട്ട് വൈകുന്നേരം രാത്രി ഉറക്കം അളച്ചിരുന്ന് തേങ്ങ ചിരയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങള് ഒന്ന് തേങ്ങ, ഒന്ന് വെല്ലം. കണ്ട, ഇത് വെല്ലമാണ്. ആ, ശർക്കര എന്നാണ് തെക്കൻ കേരളത്തിൽ പറയുന്നത്, ഇവിടെയൊക്കെ വെല്ലം എന്നാണ് പറയുന്നത്. ഇനി വെണ്ണയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പിന്നെ ഏലക്കായ്പൊടി എന്തെങ്കിലും ഒന്നുമില്ല. അപ്പൊ ആകെ തേങ്ങ, ശർക്കര, സാധനം ചെറിയതാണ്. ആ ശരി, പക്ഷെ ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. ആദ്യമായിട്ട് ഇടുന്നത് വെണ്ണ. വെണ്ണ ഉരുകി ഇപ്പൊ നറുനയ്യായി മാറിയിരിക്കുകയാണ്. ഇനി അതിലേക്ക് തേങ്ങ ഇടും അല്ലേ? ഇതിന്റെ അളവ് എങ്ങനെയാണ്? ഇത് ഒരു 4 തേങ്ങ, 1.5 കിലോ വെല്ലം, ഒരു 1/4 കിലോ വെണ്ണ. എന്നാ ഇതിന് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. ആ ശരി. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി വെളിച്ചെണ്ണ വേണം. ഇത് മതിയാവൂല. ആ ശരി. അപ്പൊ ഉരുളി കാഞ്ഞ് പുകയൊന്നും കയറാൻ പാടില്ല, അധികം കത്താൻ പാടില്ല. ആ ശരി. പെതുക്കെ ആവണം ഇത്. ഇത് നിറം. അപ്പൊ 4 തേങ്ങ, 1.5 കിലോ വെല്ലം, പിന്നെ ഒരു 1/4 കിലോ വെണ്ണ. വെണ്ണ ഇപ്പൊ ഏകദേശം നറുനയ്യായിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഇടുന്നു. വെളിച്ചെണ്ണ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് അധികം സമയം എടുക്കും ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക്? സമയം വേണം. ഇതിങ്ങനെ സാവധാനത്തിലല്ലേ ആവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സീമന്തത്തിനോടനുബന്ധിച്ചുള്ള തേങ്ങാവരമിൻ്റെ ആദ്യ ഭാഗമാണ്. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം നമ്മൾ ഒരു 250 ഗ്രാം, ഒരു 1/4 കിലോ വെണ്ണ ഒഴിച്ചു. അതിനുശേഷം തേങ്ങ ഇട്ടു. ഏകദേശം മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അല്ല, വെണ്ണ കൂടുതലുണ്ടെങ്കിൽ, കുറച്ച് അധികം വെണ്ണ ഉണ്ടെങ്കിൽ വെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാം. വെണ്ണയിൽ തന്നെ ഉണ്ടാക്കേണ്ടത്. കരിയാൻ പാടില്ല, പുകയാൻ പാടില്ല, സമയം അധികം പിടിക്കാൻ പാടില്ല. ശരി. അപ്പൊ സീമന്തം ചെയ്യുമ്പോഴത്തേക്കാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തീ അധികം ആവാൻ പാടില്ല, കരിയാൻ പാടില്ല, പുകയാൻ പാടില്ല. അപ്പൊ തീ അധികം ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ പപ്പേട്ടൻ ചെയ്ത മാതിരി കുറച്ച് തീ ബാക്കിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കണ്ടോ, കുറെ തീ ബാക്കിലേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പൊ പാകത്തിന് തീ ഇട്ട് കൊടുക്കണം. പാകത്തിന് തീ ഇട്ട് കൊടുത്ത് വളരെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഏകദേശം മാറി ഒരു സ്ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോ ശർക്കര ഇടാം. എല്ലാം സീമന്തത്തിന് സദ്യയൊക്കെ ഉണ്ടാവും. സദ്യ വിഭവസമൃദ്ധമായ സദ്യ. അത് എത്ര പേർക്കാ കൊടുക്കുന്നത്? അത് നമ്മളെ കഴിവിനനുസരിച്ച്. എന്നാലും ഏകദേശം പണ്ട് കാലത്തൊക്കെ എത്ര പേര്? പണ്ട് 500 ആള് വന്ന സദ്യ ഉണ്ട്. 500 ആള് ഈ സീമന്തത്തിന്. എന്താ പറഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് ആദ്യമായിട്ട് കഴിക്കുന്നതാണല്ലോ ഗർഭിണിയൊക്കെ. ഇത് ആദ്യത്തെ കടിഞ്ഞൂൽ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ കഴിക്കൂല. ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ സീമന്തം? അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ തേങ്ങാ വറവ്. ആദ്യം നമ്മളതിനകത്ത് വെണ്ണയാണ് ചേർത്തത്. 250 ഗ്രാം വെണ്ണ ചേർത്തു. അതിനുശേഷം ഒരു 4 തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തത് ചേർത്തു. അത് ഇച്ചിരി ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് വെണ്ണ കുറച്ച് കുറവാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ വെണ്ണയിൽ തന്നെ ഇത് മൂത്ത് വരും. അപ്പോൾ എന്നിട്ടൊരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ശർക്കര ചേർത്തു. ഇവിടെ വെല്ലം എന്ന് പറയും. ശർക്കര ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ഒരു ക്രീം പരുവത്തിനായിട്ടുണ്ട്. ഇനി ഈ ശർക്കര മുഴുവൻ തേങ്ങയിൽ പിടിച്ചു വരും അല്ലേ? ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല മണം വരാൻ തുടങ്ങി ഇനി അല്ലേ? അപ്പോൾ ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതിൻ്റെ പരുവം എങ്ങനെയാണ്? അതിൻ്റെ പരുവം ഇത് വാങ്ങി ഇങ്ങനെ അരുവത്ത് ഇങ്ങനെ
വാങ്ങിയതിന് ശേഷം വാങ്ങിയതിന് ശേഷം ദാ ഇങ്ങനെ അട്ടി വെക്കും. അതങ്ങനെ ഉറച്ച് അത് തണിഞ്ഞാൽ ഇത് ഉറക്കും. ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ തണിഞ്ഞ് നമ്മളിങ്ങനെ ചിള്ളി എടുക്കുമ്പോൾ പൊടിയരുത്. പൊടിഞ്ഞില്ലെങ്കിൽ ആൺകുട്ടി, പൊടിഞ്ഞാൽ പെൺകുട്ടി. അപ്പോൾ ഭയങ്കര രസമാണല്ലേ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ തേങ്ങാവറവ് നോക്കുന്ന സമയത്ത് സ്കാനിങ് ഒന്നുമില്ലല്ലോ. ഇല്ലല്ലേ, സ്കാനിങ് ഒന്നുമില്ല. അപ്പോൾ പണ്ട് സ്കാനിങ് ഒന്നുമില്ല. ആ സമയത്ത് ഈ തേങ്ങാവറവ് നോക്കിയിട്ടാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിച്ചറിയുന്നത്. അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടാവും, ഒരുപാട് ശരിയായിട്ടുണ്ടോ? മുത്തശ്ശിമാരിൽ ഇത് ബഹുലക്ഷണം പറയുന്നത്. ശരി. അത് കേട്ട് നമ്മളിങ്ങനെ വയ്ക്കാൻ ഇവിടെ ശരി. സീമന്തം ഉണ്ടാക്കിക്കുന്നത് പ്രായമുള്ള ആൾക്കാരെ കൊണ്ടാണ്. ഇല്ലെങ്കിൽ അവരവിടെ നിന്ന് നോക്കും, ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ സീമന്തം ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതല്ലേ, കരിയാൻ പാടില്ല, ഇങ്ങനെ കരിഞ്ഞൂടാ, പുകയാൻ പാടില്ല, ഇങ്ങനെ പൂന്ന് കത്തിച്ചിട്ട് പുകയ്ക്കാൻ പാടില്ല. അപ്പൊ അധികം തീ ആയി കഴിഞ്ഞാൽ അത് പുകയും. പുകയാനും പാടില്ല. പിന്നെ മധുരം എല്ലാം കൃത്യത്തിന് വരുമല്ലോ, അതെല്ലാം വരും. അതുകൊണ്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കരിയാണ്ട് പുകയാണ്ട് വാങ്ങണം. ഇളമ്പാകാൻ കൂടെ എന്നാൽ അതിനൊരു സ്വാദം ഉണ്ടാവും. കറക്റ്റ് പാകം. അപ്പൊ പ്രായത്തിൽ മൂത്തവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കണം, എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട്. ഇതുപോലത്തെ വയസ്സാണെങ്കിൽ പിന്നെ വേറെ ഇറങ്ങി കളിക്കൊള്ളണം. അതെ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് തേങ്ങാവറവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ, ഒന്ന് കരിയാൻ പാടില്ല, അടിയിൽ പിടിക്കാൻ പാടില്ല. പിന്നെ പുകയാൻ പാടില്ല. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തീ കൂടിയിട്ട് അതെല്ലാം കൂടെ പുകഞ്ഞു പോകാനും പാടില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റും കറക്റ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടെല്ലാം ഒരു പ്രായമുള്ള ആളിനെയാണ് ഏൽപ്പിക്കുന്നത്. കാരണം ബാക്കി എല്ലാവർക്കും കഴിക്കേണ്ടതാണ്. ഈ സദ്യക്ക് വരുന്ന ആൾക്ക് മുഴുവൻ കഴിക്കേണ്ടതാണ്. അപ്പോൾ അതിന് കുട്ടിക്ക് ഗുണമുണ്ട്. പിന്നെ ഈ ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിക്ക് കഴിക്കുകയും ചെയ്യാം. കാരണം ആ സമയം എന്ന് പറഞ്ഞാൽ കൊതിയുള്ള സമയമാണ്. അപ്പോൾ പെൺകുട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ഈ തേങ്ങാവറവ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഏരിയ മുഴുവൻ നല്ല മണം പരത്തിക്കൊണ്ട് നമ്മുടെ തേങ്ങാവറവൽ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇത് ആയിക്കഴിഞ്ഞാൽ, ഈ തേങ്ങാവറവ് ആയിക്കഴിഞ്ഞാൽ ആ തേങ്ങാവറവ് ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഈ നേരത്തെ പറയുന്ന പ്രഡിക്ഷൻ, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇത് ഇളക്കിയതിന് ശേഷമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ എണ്ണ കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡിൽ കണ്ടോ എണ്ണയുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള എണ്ണയും നെയ്യും മുഴുവൻ ഇതിനകത്തേക്ക് വടിഞ്ഞു വരും. ഇത് ഇനി ആർക്കാണ് കൊടുക്കുന്നത്? ഇത് ഗർഭിണിക്ക് തന്നെ ആദ്യം കൊടുക്കും. ആദ്യം ഗർഭിണിക്ക് കൊടുക്കും, പിന്നെ കുട്ടികൾക്ക്. കുട്ടികൾക്കെല്ലാം കുറേ കൊടുക്കും. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ ഈ സദ്യക്ക് വന്ന എല്ലാവർക്കും വിളമ്പും, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ പക്ഷേ ആദ്യം കൊടുക്കുന്നത് ഗർഭിണിക്കാണ്. അപ്പോൾ കൊതി കൂടുതൽ ഗർഭിണിക്കാണ്. അതെ. അപ്പോൾ ഈ തേങ്ങാവറവ് റെഡി ആയി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഗർഭിണിക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ കുട്ടികൾക്ക്, പിന്നെ മുതിർന്നവർക്കും കഴിക്കാം, സദ്യക്ക് വരുന്നവർക്കും കഴിക്കാം. ഇതിൻ്റെ ചടങ്ങ് ഇങ്ങനെയാണ്. അരി ഇട്ടിട്ടാണ് അല്ലേ? അരി ഇട്ട് അവിടെ അനുഗ്രഹിക്കാം. രുചിയുണ്ടോ? സാധാരണ എല്ലാ സ്ഥലത്തും ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാനാണ് ടേസ്റ്റ് ചെയ്തത്. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പുതിയൊരാൾ വന്നു. അപ്പോൾ ഇനി കുട്ടികൾക്കും കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി കുട്ടികൾക്ക് കൂടെ കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് എനിക്കും തരാം. കുട്ടികൾ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം എനിക്കും തരാം. അപ്പോൾ ഗർഭിണി കഴിച്ചു, കുട്ടികൾക്കും കൊടുത്തു, എനിക്കും കിട്ടി. എനിക്കൊരു വലിയ പീസാണ്, എൻ്റെ സ്വഭാവം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കഴിച്ചു നോക്കാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ ആ തേങ്ങയ്ക്കകത്ത് മുഴുവൻ ശർക്കരയൊക്കെ പിടിച്ച് ആ തേങ്ങ കടിക്കുന്നതും കൂടിയില്ല. കാരണം നന്നായിട്ട് അത് വറുത്ത് അല്ലേ യോജിച്ച് നെയ്യുടെ മണവും വരുന്നുണ്ട്. നല്ല നെയ്യുടെ മണം വരുന്നുണ്ട്. നമ്മളതിനകത്ത് വെണ്ണയാണ് ചേർത്തത്, പക്ഷേ നെയ്യുടെ മണമാണ് വരുന്നത്. ഉരുക്കി നെയ്യായി. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരള ശരിക്കും ധന്യമായി.
ഇത് എല്ലാ സമയത്തും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിനൊന്നും വിരോധമില്ല. കാര്യമായിട്ട് ഇപ്പൊ ഇതിനല്ലേ ഇനി വിഷമിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ആക്കൂല അങ്ങനെ. അങ്ങനെ അത്ര ഇത് വേണമെങ്കിൽ തന്നെ നല്ല സാധനമല്ലേ, നല്ല സാധനമാണ്. അലുവയിലാക്കുന്നതിനും പോലെ ഇത് ശരി, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഇതുപോലെ മനോഹരമായ നല്ല രുചികരമായ ഒരു ഡിഷ് തന്നതിന് ഇളയമ്മയുടെ പേരെന്താണ്? അതിഥി അന്തർജനം. അതിഥി അന്തർജനം. അപ്പോൾ ഇളയമ്മയ്ക്കും ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ഇളയമ്മയ്ക്കും പപ്പേട്ടനും എന്നെ നീലേശ്വരത്ത് നിന്ന് എന്നോടൊപ്പം ബൈക്കിലാണ് പപ്പേട്ടൻ വന്നത്. പപ്പേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇനി ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഡിഷുകളായി നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ